മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജഡ്ജി ജസ്റ്റിസ് GR സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് DMKയുടെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന എംപിമാർ. ഈ ആവശ്യം ഉന്നയിച്ച് കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള എംപിമാരുടെ സംഘം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഘപരിവാർ അനുകൂല സംഘടനകളുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന വ്യക്തി എന്ന ആരോപണം നേരിടുന്ന ആൾ കൂടിയാണ് ജസ്റ്റിസ് GR സ്വാമിനാഥൻ. അദ്ദേഹത്തിനെതിരെ ഇന്ത്യ സഖ്യം ഇപ്പോൾ ഉയർത്തുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനുണ്ടായ കാരണം എന്താണ്? ജസ്റ്റിസ് GR സ്വാമിനാഥൻ സംഘപരിവാറിന് എത്രത്തോളം വേണ്ടപ്പെട്ടയാളാണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് GR സ്വാമിനാഥൻ. RSS, ഹിന്ദു മുന്നണി തുടങ്ങിയ സംഘപരിവാർ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ചില വിധികളും കോടതിക്ക് പുറത്തുള്ള പ്രസംഗങ്ങളിലും ഈ ബന്ധം ഉറപ്പിക്കുന്ന ചില പ്രസ്താവനകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ തിരുപ്പരക്കുണ്ടം കാർത്തിക ദീപം തെളിയിക്കലുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചതോടെയാണ് അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റിന് ഇന്ത്യ സഖ്യം നോട്ടീസ് നൽകിയിരിക്കുന്നത്. മധുരയിലെ തിരുപ്പരക്കുണ്ടം ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി കാർത്തിക ദീപം തെളിയിച്ചിരുന്നത് കുന്നിന് താഴെയുള്ള ഉച്ചിപ്പിള്ളയാർ മണ്ഡപത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ കുന്നിന് മുകളിലെ ദർഗയ്ക്ക് സമീപമുള്ള ദീപത്തൂണിൽ ദീപം തെളിയിക്കണമെന്ന ആവശ്യവുമായി ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തി. നേരത്തെയും ഈ ആവശ്യം ഉണ്ടായിരുന്നെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയും തമിഴ്നാട് സർക്കാരും ധാരണയിലെത്തി ഈ പ്രശ്നം പരിഹരിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഈ ആവശ്യം ഉന്നയിച്ച് ഹിന്ദു മക്കൾ കക്ഷി എന്ന സംഘടന മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജഡ്ജി ജസ്റ്റിസ് GR സ്വാമിനാഥൻ ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ വിധിക്കെതിരെയാണ് ഇപ്പോൾ DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ തർക്കത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. എന്നാൽ ഇത്രയും നാൾ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തമിഴ്നാടിന്റെ പ്രത്യേക രാഷ്ട്രീയ സവിശേഷത കാരണം ഈ തർക്കം രമ്യമായി പരിഹരിച്ച് ക്ഷേത്രവും ദർഗയും എല്ലാം സൗഹാർദ്ദാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഇത്തവണ സംഘപരിവാർ സംഘടനയുടെ ആവശ്യത്തിനൊപ്പം BJP സംസ്ഥാന ഘടകവും കോടതി വിധിയും ചേർന്നപ്പോൾ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. പ്രദേശത്തെ ചില സംഘർഷങ്ങളും ഇതിന്റെ പേരിലുണ്ടായി. ഇതോടെയാണ് ഭരണഘടനയെ മറികടന്ന് ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിധിയാണ് ജഡ്ജിയുടേതെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ജസ്റ്റിസ് സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. DMK, VCK, CPI, CPIM, കോൺഗ്രസ് എന്നീ കക്ഷികളിൽ നിന്നുള്ള 107 എംപിമാർ ചേർന്നാണ് ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അയോധ്യ മാതൃകയിൽ സംഘർഷമുണ്ടാക്കി നാട്ടിൽ വിഭജനമുണ്ടാക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് സംഘപരിവാർ തിരുപ്പരക്കുണ്ടത്തെ കാണുന്നത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തിരുപ്പരക്കുണ്ടത്തെ കുന്നിൻ മുകളിലുള്ള സുൽത്താൻ സിക്കന്ദർ ദർഗയ്ക്ക് സമീപം ആർക്കിയോളജി വകുപ്പ് സർവേ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് വിധി പുറപ്പെടുവിച്ച ജഡ്ജിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യം രംഗത്തെത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജി ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ആദ്യ പടിയെന്ന് പറയുന്നത് പാർലമെന്റിൽ നോട്ടീസ് നൽകുക എന്നതാണ്. ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭയിലാണെങ്കിൽ ചെയർമാനുമാണ് നോട്ടീസ് നൽകേണ്ടത്. ഈ നടപടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പാർലമെന്റിന്റെ ഇരുസഭകളും ഈ നോട്ടീസ് ഭൂരിപക്ഷത്തോടെ പാസാക്കിയാൽ മാത്രമേ ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള ഉത്തരവിനായി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാനാകൂ എന്നതാണ് ചട്ടം. ഇതോടൊപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ. ഇതാദ്യമായല്ല സംഘപരിവാർ അനുകൂല വിധികളും പ്രസ്താവനകളും നടത്തി ജസ്റ്റിസ് GR സ്വാമിനാഥൻ വിവാദത്തിലാകുന്നത്. ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹം കോടതിക്ക് പുറത്ത് വിവിധ പൊതുപരിപാടികൾ നടത്തിയ ചില പ്രസംഗങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്നത് തന്നെ ഹിന്ദു ജനസംഖ്യ ഉയർന്നു നിൽക്കുന്നതിനാലാണ് എന്നായിരുന്നു ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചത്. ഭാരതീയ സംസ്കാരത്തിലും ധർമ്മത്തിലും വിശ്വസിക്കുന്ന ആളുകൾ നിലനിൽക്കുമ്പോഴേ ഭരണഘടനയും നിലനിൽക്കൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രസംഗങ്ങൾക്ക് പുറമെ ചില കോടതി നടപടികളിലും അദ്ദേഹത്തിന്റെ സംഘപരിവാർ പക്ഷപാതിത്വം വെളിപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കേസിന്റെ വിസ്താരത്തിനിടയിൽ നിങ്ങൾ വേദങ്ങളെ സംരക്ഷിച്ചാൽ വേദങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത്. ഇത്തരത്തിൽ ക്ഷേത്രഭരണം, മതപരമായ ആചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അദ്ദേഹം ഭരണഘടനയ്ക്ക് മുകളിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള പ്രധാന വിമർശനം. ഏറ്റവും ഒടുവിൽ തിരുപ്പരക്കുണ്ടം കാർത്തിക ദീപവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയും ഇത്തരത്തിലുള്ളതാണ്. അത് RSSനെ പ്രീണിപ്പിക്കുന്നതാണ് എന്നും പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു. ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നും പ്രതിപക്ഷം ഈ ഇംപീച്ച്മെന്റ് നോട്ടീസിന് കാരണമായി പറയുന്നുണ്ട്.